നീഷ് പെർഫ്യൂമിൽ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും മികച്ച, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫ്രഷ് പെർഫ്യൂമുകളിൽ ഒന്നാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സെർഷോഫ് റിനൈസൻസ്. 2011 ഇറങ്ങിയ പെർഫ്യൂം സെർഷോഫിൻ്റെ ആണ്. നീഷ് ക്വാളിറ്റി പെർഫ്യൂമാണ്, നീഷാണ്. നമുക്ക് വാങ്ങാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച ഫ്രഷ് മണമുള്ള ഒരു നീഷ് പെർഫ്യൂം, അതാണ് സെർഷോഫ് റിനൈസൻസ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ടെസ്റ്റർ ബാച്ചാണ്. ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, റിനൈസൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിനൈസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ പുനരുജ്ജീവനം എന്നാണ്. അതിനെക്കുറിച്ച് പറയാം, എന്തുകൊണ്ടാണ് അവർ ഈ ഒരു പേരിട്ടതെന്ന് ഞാൻ പറയാം. ശരിക്കും അത് സത്യം തന്നെയാണ്. ഞാൻ തുടക്കം തന്നെ പറയാം. പലരും, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും ഏതെങ്കിലും ഒരു ഉൽപ്പന്നം കൊണ്ടുവരുമ്പോൾ ഇവർ മെയിനായിട്ട് പൈസ പറയത്തില്ല. അത് എത്ര രൂപയാന്നുള്ള കാര്യം മനഃപൂർവ്വം മറച്ചു വെക്കും. എന്നിട്ട് കമന്റിൽ വന്നിട്ട് റേറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറയും. എനിക്കിത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അത് ഫോളോ ചെയ്യാറില്ല. അത് തുടക്കത്തിലേ പറയും, ഇതിന്റെ വില വരുന്നത് 17-18 രൂപ അടുപ്പിച്ചാണ് വില വരുന്നത്. തുടക്കത്തിലേ ഞാൻ പറയണം, അത് അങ്ങനെ പറയണം. തുടക്കം തന്നെ ഒരു പ്രൊഡക്റ്റ് പറയുമ്പോൾ അതിന്റെ വില ആദ്യം പറയണം. ആളുകൾക്ക് അറിയേണ്ടത് വിലയാണ്, പിന്നെയാണ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയേണ്ടത്. ആ വിലയ്ക്കുള്ള മൂല്യം ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അത് കേൾക്കുന്നവരാണ്, അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ നിൽക്കുന്നവരാണ്. അപ്പൊ തുടക്കത്തിൽ ഞാൻ വില പറഞ്ഞു. ഇനി ഈ വിലയ്ക്കുള്ളതിൽ 100% എല്ലാ അർത്ഥത്തിലും മൂല്യമുള്ള ഒരു പെർഫ്യൂം, ക്വാളിറ്റി ആയിക്കോട്ടെ, ചേർത്തിരിക്കുന്ന ജ്യൂസിന്റെ അരോമ മോളിക്യൂൾസ്, ഓയിൽ കോൺസെൻട്രേഷൻ, ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് എല്ലാം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഓയിൽസ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പെർഫ്യൂം മേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള മണമാണ് ഇതിലുള്ളത്. ഞാൻ നിലവിൽ ട്രൈ ചെയ്തതിൽ ഏറ്റവും മികച്ച, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ ഓറഞ്ചിന്റെ മണമാണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 2011 ഇറങ്ങിയ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾ സെർഷോഫിന്റെ ബോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാകും 1861 എന്നുള്ളൊരു വർഷം, ഒരു കാലം. എന്താണ് ഈ 1861? അതിനൊരു ചരിത്രമുണ്ട്. ഇറ്റലി എന്ന രാജ്യം ഒന്നിക്കപ്പെട്ടത്, അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി 1861 നടന്നത്. അപ്പോൾ ഇറ്റലിയുടെ ഈ ചരിത്രപരമായ ഒത്തുചേരലിന്റെ 150ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് സെർഷോഫ് അവരുടെ പെർഫ്യൂമിൽ 1861 എന്ന ഒരു കളക്ഷൻ സീരീസിന്റെ ഒരു പുറത്തിറക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, റിനൈസൻസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുനരുജ്ജീവനം. എന്താണ് പുനരുജ്ജീവനം? പുനരുജ്ജീവനം എന്നതിന്റെ അർത്ഥം, അത് വിവക്ഷിക്കുന്നത് പണ്ടെങ്ങോ നിർജീവ അവസ്ഥയിൽ കിടന്നതിനെ വീണ്ടും ഉയർത്തെഴുന്നേറ്റു, പുനർജനിച്ചു, അല്ലെ? പുനരുജ്ജീവനം എന്ന് പറയുമ്പോൾ അതിനർത്ഥം അങ്ങനെ ഒരു അർത്ഥം കൂടിയില്ലേ, ഒരു അലിഖിത അർത്ഥം കൂടിയില്ലേ? അതാണ് ഇതിന്റെ ഈ ഒരു പെർഫ്യൂം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇറ്റലി എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ ഇറ്റലിയിലെ എല്ലാ ചേരുവ, ഇറ്റലി എന്ന ഒരു മഹാനഗരം, മഹാരാജ്യം, ആ രാജ്യത്തിന്റെ സകല ഇൻഗ്രീഡിയന്റ് ചേർത്തിറക്കിയ ഒരു പെർഫ്യൂമാണ് റിനൈസൻസ്. ഇറ്റലിയുടെ ആത്മാവ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി പറഞ്ഞാൽ ഇറ്റലിയിൽ എന്താ പറയുക, ഈ 14ാം നൂറ്റാണ്ടില് ഇറ്റലിയിൽ വളർന്നു വന്ന ആർട്ട്, സംസ്കാരം, സൗന്ദര്യം, അതിന്റെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ പെർഫ്യൂം ഉടലെടുത്തിരിക്കുന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്നൊരു അതീവ സുന്ദരമായ ഒരു നഗരത്തിന്റെ ഒരു എന്താ പറയാ, ആ ഫ്ലോറൻസിന്റെ ആത്മാവ്, ഫ്ലോറൻസിൽ കുടികൊള്ളുന്ന ഇറ്റലിയുടെ ആത്മാവിനെയാണ് ഒരു പെർഫ്യൂമിൽ അവർ ആവാഹിച്ചെടുത്തത്. വളരെ ഫ്രഷ് ആയിട്ടുള്ള മണം, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള മണം. നമുക്ക് എത്രത്തോളം ഫ്രഷ് പെർഫ്യൂം നാച്ചുറൽ ആകുന്നു അത്രമാത്രം നമുക്ക് ഇഷ്ടപ്പെടും. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ ഇറ്റലിയിലെ അവിടുത്തെ ആ സംസ്കാരത്തിന്റെ ഒരു പ്രൗഢി, അവിടുത്തെ പ്രകൃതി ഭംഗി ഒരു കുപ്പിയിലാക്കി നിറച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് ഈ പെർഫ്യൂമറുടെ തലയിൽ വന്നൊരു ചിന്ത. അത് 2011 അത് പുറത്തിറക്കി. ആ പെർഫ്യൂമാണ് റിനൈസൻസ്. 14ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ സംസ്കാരത്തെയും, ഇറ്റലിയിൽ ഉണ്ടായ മഹാവിപ്ലവവും, കരകൗശല മേഖല ഉണ്ടായ മാറ്റങ്ങളും, വാസ്തുശില്പിയിലുണ്ടായ പുതിയ പുതിയ ആശയങ്ങൾ, ഇതെല്ലാം ഇറ്റലിയിലെ മഹാസൗന്ദര്യമൊക്കെ കുപ്പിയിലാക്കി നിറച്ച ഒരു പെർഫ്യൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന്റെ നോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്, ടോപ്പ് നോട്ടിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇത് അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച നോട്ട്സ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച, ഇപ്പം ലെമൺ തന്നെ, അമാൽഫി, ഇറ്റലിയിലെ ഏറ്റവും മനോഹരമായ ഒരു തീരമാണ് അമാൽഫി. അമാൽഫിയിലെ ലെമണാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ ടാഞ്ചറിൻ, ബെർഗാമോ, പെറ്റിറ്റ് ഗ്രെയിൻ, ഇതാണ് ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. മിഡിൽ നോട്ടിൽ വന്നിരിക്കുന്നത് മിന്റ്, ലില്ലിപ്പൂക്കൾ, പിന്നെ റോസ്. ബേസ് നോട്ടിൽ മസ്ക്, ദേവദാരു, പച്ചൂളി, ആംബർ. ഇതിത്രയാണ് ഈ പെർഫ്യൂമിന്റെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്താൽ വീട്ടിലിരിക്കാൻ പറ്റില്ല. നിങ്ങൾ കളക്ഷനിൽ വീഡിയോ കണ്ടതിന് ശേഷം ഫുൾ ബോട്ടിൽ വാങ്ങേണ്ട ഒരു ഫ്രഷ് പെർഫ്യൂം. ഞാൻ ഫ്രഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഷ് പെർഫ്യൂം. അപ്പോൾ എനിക്ക്
എൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പലർക്കും അറിയാം, വീഡിയോ കാണുന്നവർക്ക്. ഷാനൈൽ അല്ലൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം ആണ് ഫ്രഷ് പെർഫ്യൂമിൽ ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു രണ്ടാമതൊരു ചിന്ത വന്നു, സെർച്ച് ഓഫ് റിനൈസൻസ് യൂസ് ചെയ്യണം. അതുപോലെ അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു മണം. എന്താണെന്നറിയോ, ഓപ്പണിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ, ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും മികച്ച ഓറഞ്ചിൻ്റെ മണം. ഓറഞ്ചിനോടൊപ്പം തന്നെ അമാൽഫി ലെമൺ. നമുക്ക് ഈ അമാൽഫിയിലെ ലെമൺ ഒന്നും നമ്മുടെ ഈ നാട്ടിലുള്ള കേരളത്തിലുള്ളവരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അറിയത്തില്ല. അപ്പം എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ്, നാരങ്ങ എടുക്കുക. നാരങ്ങയുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള നാരങ്ങ എടുക്കുക. അപ്പം നാരങ്ങയുടെ മണം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അറിയാം. അതിൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു നാരങ്ങയാണ് അമാൽഫി ലെമൺ എന്ന് കൂട്ടിക്കും, അതിൻ്റെ ഒരു മണം. പിന്നെ ടാഞ്ചറിൻ, ഒരു മധുരമുള്ള ഒരു സിട്രസ് ഫലങ്ങളിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ടാഞ്ചറിൻ, അതിൻ്റെ ഒരു മധുരമുള്ള ഒരു മണം. പിന്നെ ബെർഗാമോ, ശരിക്കും പറഞ്ഞാൽ മധുരമുള്ള ഏറ്റവും ക്വാളിറ്റി കൂടിയ ഓറഞ്ചിൻ്റെ മണമാണ് ഇതിന്. അത് മാത്രം ചിന്തിച്ചു, ഏറ്റവും ക്വാളിറ്റി കൂടിയ ഓറഞ്ചിൻ്റെ മണം. ഓറഞ്ചിൻ്റെ തൊലി നട്ടുച്ചയ്ക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉരിക്കുമ്പോൾ ആ ഉച്ചയ്ക്ക് ആ ഹ്യൂമിഡിറ്റിയിൽ, ആ ഉച്ച വെയിലിൽ ഓറഞ്ചിൻ്റെ തൊലി ഉരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓറഞ്ചിൻ്റെ ഒരു പച്ചപ്പുള്ള ഒരു എനർജി തരുന്ന ഒരു മണവും ഓറഞ്ചിൻ്റെ പൾപ്പിൽ നിറഞ്ഞിരിക്കുന്ന മധുരമുള്ള ഒരു മണവും ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ഓപ്പണിംഗ്. അതോടൊപ്പം തന്നെ പെറ്റിറ്റ് ഗ്രെയിൻ എന്നുള്ള ഒരു ഹെർബൽ നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എന്ന് വെച്ചാൽ നഗ്നപാതമായി പുല്ലിൻ്റെ പുറത്ത് നടക്കുമ്പോൾ ഒരു കിട്ടുന്ന പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേരുന്ന ഒരു മണമാണ്. നമ്മൾ ചെരുപ്പിടാതെ പുല്ലിൽ നടന്നു പോകുമ്പോൾ, ഊട്ടിയിലൊക്കെ പോകുന്നവർക്ക് അറിയായിരിക്കും, അവർക്ക് ഒരിക്കലെങ്കിലും ആ ചെരുപ്പൊന്ന് അഴിച്ചു വെച്ചിട്ട് പുൽമേടിലൂടെ നടക്കാൻ തോന്നും. അങ്ങനെ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. അതാണ് ഈ പെറ്റിറ്റ് ഗ്രെയിൻ്റെ നോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ. അതുപോലെ ഒരു ഫ്രഷ് ഫീലാണ്. പിന്നെ ഈ പെർഫ്യൂമിനെ പിടിച്ചു നിർത്തുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫ്രഷ് പെർഫ്യൂമിൽ ഓറഞ്ചും സിട്രസും അധിക നേരം ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പെർഫ്യൂമേഴ്സ് അതിന് മിഡിൽ നോട്ടിൽ കുറച്ച് ശക്തമായിട്ടുള്ള കുറച്ച് നോട്ടുകൾ ചേർക്കും. പക്ഷെ ആ ശക്തമായിട്ടുള്ള നോട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ അവർ ശ്രദ്ധിച്ചേ പറ്റൂ. ചില നോട്ട് ഫ്രഷ് പെർഫ്യൂമിൽ ചില ശക്തമായിട്ടുള്ള നോട്ടുകൾ എടുക്കുമ്പോൾ ടോപ്പ് നോട്ടിലെ ഓറഞ്ചിന്റെയും ബെർഗാമോയുടെയും സിട്രസിന്റെ മണം ഒന്ന് മാറിപ്പോകും, അത് വഴിതിരിച്ചു പോകും. അപ്പൊ എന്ത് പറ്റും, ഈ മിഡിൽ നോട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു നോട്ടായിരിക്കും ചിലപ്പോൾ പൊങ്ങി നിൽക്കുന്നത്, അപ്പൊ ഫ്രഷ്നെസ് ഒന്ന് താഴും. പക്ഷെ ഇവിടെ അവർ ചെയ്തതെന്നറിയോ, മിന്റിനെ കൊണ്ടുവന്നു. പുതിനയില അറിയാം, നമുക്കറിയാം, ഏറ്റവും എന്താ പറയുക, ഒരു എനർജി തരുന്ന ഒരു ഹെർബലാണ് ഈ പുതിനയില. ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒരുപാട് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഉന്മേഷമായിട്ടുള്ള ഒരു ഇലയാണ് പുതിന. നമ്മളിപ്പോൾ ബിരിയാണിയിലാണെങ്കിലും നാരങ്ങ വെള്ളത്തിലാണെങ്കിൽ പോലും ഒരു തുള്ളി ഒരു പുതിനയില വരുമ്പോൾ തന്നെ അതിൻ്റെ ക്യാരക്ടറിനെ മാറും. അപ്പോൾ പുതിനയില നല്ലതുപോലെ ചേർത്തിട്ട് ഇതെല്ലാം നിങ്ങൾ ആലോചിക്കുന്നത് വളരെ നാച്ചുറലായിട്ട് ചെയ്തിരിക്കുകയാണ്. ആ പുതിനയിലയുടെ മണവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓറഞ്ചിൻ്റെ മധുരമുള്ള പുളിപ്പുള്ള ഓറഞ്ചിൻ്റെ മണവും, ഇത് രണ്ടുമാണ് ഇതിൻ്റെ നെടും തൂൺ, നട്ടല്. ഈ രണ്ട് നോട്ട് വെച്ചിട്ടാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത്, ഓറഞ്ചും പുതിനയിലയും കോമ്പിനേഷൻ നോക്ക്. പിന്നെ കുറെ കഴിയുമ്പോൾ മിഡിൽ നോട്ടിലേക്ക് എത്തുമ്പോൾ ലില്ലിപ്പൂക്കളുടെ മണം വരും, ഒരു ഫ്ലോറൽ മെല്ലോ, ഒരു വൈറ്റ് ഫ്ലോറൽ സ്മെൽ. ആ വൈറ്റ് ഫ്ലോറൽ മണം തരുന്നത് ലില്ലിപ്പൂക്കളുടെ, ലില്ലി ഓഫ് വാലി, താഴ്വരയിലെ ലില്ലിപ്പൂക്കൾ. ആ ലില്ലിപ്പൂക്കളുടെ ഒരു വൈറ്റ് ഫ്ലോറൽ സ്മെല്ല് നിങ്ങൾക്ക് എവിടെയോ കിട്ടും. ഒരു ചെറിയൊരു ബൊക്കയുടെ മണം, വെള്ള നിറത്തിലെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബൊക്കയുടെ മണം ഡ്രൈ ഡൗണിലോ മിഡിൽ നോട്ടിലോ എവിടെ വെച്ചോ നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷേ ചിലർക്ക് അത് കിട്ടാറുണ്ട്, ഒരു ലില്ലിപ്പൂക്കളുടെ മണം. ഇത് ഇത്രയുമാണ് ഇതിലെ മണമായിട്ട് പറയാനുള്ളത്. ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ദേവദാരു വൃക്ഷത്തിൻ്റെ മണം. ദേവദാരു വൃക്ഷം മണത്തിട്ടില്ല എങ്കിൽ സിമ്പിളാണ്, നിങ്ങൾക്കൊരു വുഡി സ്മെല്ലായിട്ടായിരിക്കും അത് തോന്നുക. ഒരു മരത്തിൻ്റെ ഒരു മണമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ഇത് തോന്നുക. അപ്പം ഇതെല്ലാം പ്രകൃതിയോടിണങ്ങി വളരെ നൈസർഗികമായി ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലാബിൽ നിർമ്മിച്ച കൃത്രിമത്വം ഇല്ലാത്ത വളരെ പ്രകൃതിദത്തമായിട്ടുള്ള പെർഫ്യൂം ചേരുവകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പെർഫ്യൂം. അതുകൊണ്ടാണ് എനിക്ക് ഈ പെർഫ്യൂം ഇത്രത്തോളം സ്നേഹം തോന്നിയത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങണം, ഫുൾ ബോട്ടിൽ വർത്തിയായിട്ടുള്ള പെർഫ്യൂം. ബ്ലൈൻഡ് ബൈ ആയിട്ട് ഞാൻ ചില പെർഫ്യൂമിനെ അങ്ങനെ പറയാറുള്ളൂ, അക്കൂട്ടത്തിൽ ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് സെർച്ച് ഓഫ് റിനൈസൻസ്. ഡ്രൈ ഡൗണിലേക്ക് എത്തി, മിഡിൽ നോട്ട് കഴിഞ്ഞ് ഡ്രൈ ഡൗണിലേക്ക് കയറുമ്പോൾ ഈ ലില്ലിപ്പൂവിൻ്റെ മണവും ആ സിട്രസിൻ്റെ ഫ്രഷ്നെസ്സും മിൻറ്റിൻ്റെ ഒരു ഉന്മേഷവും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു തണുത്ത കാറ്റേറ്റ ഒരു ഫീലാണ്. നല്ല ചൂടുള്ള സമയത്ത് എവിടുന്നോ ഒരു അശരീരി പോലെ വന്ന് തട്ടി തലോടി പോകുന്ന ഒരു കാറ്റിൻ്റെ ഒരു അനുഭൂതിയാണ് ഇതിലെ മിഡിൽ നോട്ട് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്തുള്ള ഒരു മണത്തിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. തണുത്ത കാറ്റേറ്റ ഒരു ഫീൽ, വെയിലുള്ള സമയത്ത്, ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് തണുത്ത കാറ്റേക്കുമ്പോൾ വിയർപ്പ് തുള്ളികൾ ഒന്ന് തണുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോമാഞ്ചം, ഒരു തണുപ്പ്, അത് ഈ ഒരു പെർഫ്യൂമിലെ മിൻറ്റ് എന്നൊരു നോട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു നോട്ടാണ് അതിനെ അങ്ങനെ ആ ഒരു ഫീല് തരുന്നത്. പിന്നെ ശക്തമായിട്ടുള്ള ഒരു മിൻറ്റിൻ്റെ പ്രസൻസ് കാരണം ഇതിലെ ഫ്രഷ്നെസ് കുറഞ്ഞു പോകുന്നില്ല. സാധാരണ ഫ്രഷ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ കുറേ കഴിയുമ്പോൾ വേറൊരു ടൈപ്പ് മണമായിട്ട് ആ സിട്രസിൻ്റെ മണമൊക്കെ ഒന്ന് മാറി ചിലപ്പോൾ ഒരുപാട് വുഡി ഇതായിട്ട് മാറും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മിൻറ്റും ഓറഞ്ചിൻ്റെയും മണം കുറേ നേരം നിൽക്കും. ഇവിടെ പെറ്റിറ്റ് ഗ്രെയിൻ എന്നുള്ള ഹെർബൽ നോട്ട് നമുക്ക് അറിയാൻ പറ്റും. മിൻറ്റ്, ഓറഞ്ച്, പെറ്റിറ്റ് ഗ്രെയിൻ,
ഫ്രഷ് മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്യണം. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണ് സെർച്ച് ഓഫ് റിനൈസൻസ്. നിങ്ങൾ ഫ്രഷ് പെർഫ്യൂം ലവർ ആണോ, തീർച്ചയായും വാങ്ങേണ്ട പെർഫ്യൂം, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ് സെർച്ച് ഓഫ് റിനൈസൻസ്. നിങ്ങൾക്ക് എൻ്റെ വേവ് ലെങ്ത്തിലുള്ള പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു പെർഫ്യൂം തീർച്ചയായും വാങ്ങണം. ഇതിൻ്റെ ലോങ്ജെവിറ്റി, സാധാരണ ഫ്രഷ് പെർഫ്യൂം നിങ്ങൾക്കറിയാം 4 മണിക്കൂറൊക്കെയാണ് അതിൻ്റെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഹ്യൂമിഡിറ്റിയിൽ നിൽക്കുന്നത്. ഈ ഒരു പെർഫ്യൂം 7 മണിക്കൂർ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 സ്പ്രേ. ഇത് ആണിനും പെണ്ണിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഫ്രഷ് പെർഫ്യൂം ഉപയോഗിക്കുന്ന ഗേൾസിനും മെൻസിനും ഈ ഒരു പെർഫ്യൂം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തു. ആദ്യത്തെ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. ഇത് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കളക്ഷനിൽ വെക്കുക. കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള പെർഫ്യൂം. ഇത് ആര് വാങ്ങണം? അതായത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പരിഗണിക്കുമ്പോൾ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഔട്ടിങ്ങിന് പോകുമ്പോഴോ ഒരു വെക്കേഷൻ മൂഡിലായിരിക്കുമ്പോഴോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല. 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. എല്ലാ അർത്ഥത്തിലും മികച്ച ലക്ഷറി നീഷ് പെർഫ്യൂം, നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം. എവിടെ വേണമെങ്കിലും അടിച്ചോ, ഏത് കാലാവസ്ഥയിൽ അടിച്ചോ. വെയിലത്ത് മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട പെർഫ്യൂം. ഓഫീസിൽ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട പെർഫ്യൂം സെർച്ച് ഓഫ് റിനൈസൻസ്. ഞാൻ ഇതുപോലുള്ള പെർഫ്യൂമുകൾ എനിക്ക് ട്രൈ ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും പുതിയ ഹൗസ് ട്രൈ ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ ഞാൻ ഏറ്റവും അധികം ഈ ദിവസങ്ങൾ ഉപയോഗിച്ചൊരു പെർഫ്യൂമാണ് ഈ സാധനം സെർച്ച് ആക്സെൻറ്റോ. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. 10 out of 10 കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഫ്രൂട്ടി, പൈനാപ്പിൾ, ഫ്ലോറൽ, ആംബർ, ഫ്രഷ്, ബെർഗാമോ, മസ്ക് ഒക്കെ ചേർന്ന് വരുന്നൊരു പെർഫ്യൂം. അതുപോലെ പെർഫോമൻസ് ഉണ്ട് ആക്സെൻറ്റോ. എൻ്റെ സെൻറ്റ് ഓഫ് ദ ഡേ ഇന്ന് ഈ ഒരു പെർഫ്യൂമാണ് അടിച്ചിരിക്കുന്നത്. നോക്കാം. ആക്സെൻറ്റോ, റിനൈസൻസ്, ഇതൊക്കെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പറ്റുന്ന പെർഫ്യൂമാണ്. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ് സെർച്ച് ഓഫിൻ്റെ മെഫിസ്റ്റോ, ജെഡിൽ വോമോ. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ കളക്ഷനിൽ വെക്കണം. ഇത്തരം പെർഫ്യൂം നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ നീഷ് പെർഫ്യൂം ട്രൈ ചെയ്താൽ നമുക്ക് ഡിസൈനർ പെർഫ്യൂം ട്രൈ ചെയ്യാൻ തോന്നില്ല. അതുപോലെ തന്നെ ക്ലോൺ പെർഫ്യൂമുകൾ ട്രൈ ചെയ്യാൻ തോന്നില്ല. ക്ലോണുകളെല്ലാം മോശമാണെന്നല്ല, നല്ല ഓയിൽ വെച്ചിട്ട് മേക്ക് ചെയ്യുന്ന ക്ലോണുകളും ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യണം. ഞാൻ പറയാൻ കാരണം എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 10 ml, 2 ml, 5 ml അവൈലബിൾ ആണ്. ബ്ലൈൻഡ് ബൈ ആയിട്ടുള്ള പെർഫ്യൂം, ഞാൻ അങ്ങനെ ബ്ലൈൻഡ് ബൈ ആയിട്ടുള്ള പെർഫ്യൂം അധികം പറയാറില്ല. എല്ലാം ട്രൈ ചെയ്തിട്ട് വാങ്ങാനേ പറയും. പക്ഷേ ഇതുപോലുള്ള പെർഫ്യൂം ഞാൻ അങ്ങനെ പറയില്ല. ബ്ലൈൻഡ് ബൈ വർത്തിയായിട്ടുള്ള പെർഫ്യൂം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. തീർച്ചയായും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.